കഴിഞ്ഞ വീഡിയോന്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ, അതായത് ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. വെൽക്കം ടു ദ ഫൈനൽ എപ്പിസോഡ് ഓഫ് ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2. എന്തുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കണേന്നുള്ളതിന്റെ ഉത്തരവൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് വീഡിയോസ് കഴിയുമ്പോൾ മനസ്സിലാവട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കല്യാണത്തിന് പോയില്ലേ നാട്ടില്, ബൈക്ക് ഗുവാഹട്ടിയിൽ വെച്ചിട്ട് പോയില്ലേ, അതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ പീക്ക് മൺസൂൺ ടൈം ആയിരിക്കും. ആ സമയത്ത് നോർത്ത് ഈസ്റ്റിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സ്പെഷ്യലി നമ്മൾ ബൈക്കിലും കൂടി ആയതുകൊണ്ട് അതിലും കൂടുതൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് നമ്മുടെ വണ്ടി ഗുവാഹട്ടിയിൽ നമ്മുടെ ഹോസ്റ്റൽ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് സെപ്റ്റംബറിൽ തിരിച്ചു വന്നിട്ട് അരുണാചലിന്റെ ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സമീതാങ് കോഴിക്കോട്ടേക്കുള്ള യാത്രയിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. दीदी मैं जा रहा हूँ. नहीं आप बैठे मैं जा रहा हूँ. ठीक है, थैंक यू जी. ओके हाँ बाय. ഇവിടുന്ന് ഗുവാഹട്ടി വരെ ഉണ്ടല്ലോ 500 കിലോമീറ്റർ ആണ്. അതിൻ്റെ അകത്ത് 280 കിലോമീറ്റർ ഇവിടുന്ന് ഷേർഗാൺ വരെ ഇന്ന് ഓടിക്കാമെന്നാട്ടോ വിചാരിക്കണേ. ഗൂഗിൾ മാപ്പിന്റെ കണക്കനുസരിച്ച് 8 മണിക്കൂറാണ് കാണിക്കണേ 280 കിലോമീറ്റർ കവർ ചെയ്യാൻ. നമുക്ക് 2 റൂട്ട് പോകാട്ടോ. ഇവിടുന്ന് തവാങ് പോയിട്ട് വേണം നമുക്ക് എങ്ങനെയായാലും പോകാൻ. ഒന്ന് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ വന്ന പോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി, ആ ഒരു വഴി 100 കിലോമീറ്റർ എത്ര ഓടിച്ച വഴി. ഇതല്ലാതെ നമ്മൾ ഇതിന് മുമ്പ് ഒരു ബുംല പാസ് പോയപ്പോൾ ജോങ്കേസ്തർ ലേക്ക്, മാധുരി ലേക്ക് പോയത് ഓർമ്മയുണ്ട്. മാധുരി ലേക്കിലേക്ക് ഇവിടുന്ന് 34 കിലോമീറ്റർ ഉള്ളൂ. അതായത് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ. ഈ റൂട്ടാണെങ്കിൽ നമ്മൾ പോയിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ ഈ റൂട്ടിലെ ടോപ്പോഗ്രാഫി ഒക്കെ കണ്ടിട്ട് തവാങ് വഴി നമുക്ക് അങ്ങനെയേ പോവാം. സമയം 9:25 കേട്ടോ. നമുക്ക് 34 കിലോമീറ്റർ 1 മണിക്കൂർ 26 മിനിറ്റ് 10:51 ആകുമ്പോഴത്തേക്കും മാധുരി ലേക്കിൻ്റെ ആ ഭാഗത്ത് എത്തുന്നതാട്ടോ പറയണേ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം. നമ്മൾ ഇന്നലെ വന്ന റൂട്ടുണ്ടല്ലോ കുറച്ച് ബോറിംഗ് ആണ്. ബോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്ര എക്സൈറ്റിംഗ് അല്ല. പക്ഷേ ഈ റൂട്ട് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതേ നമ്മുടെ പിള്ളേരെ കൂടെ കിടക്കണം. ടാറ്റാ പോട്ടെ. അതുങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വേണ്ടി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തില്ല. ഒരു കട പോകണമെങ്കിൽ ഇതാ അവിടെ പോകണം മുകളിൽ. അപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൂട്ട് ഇതായിരിക്കണം. അതുകൊണ്ടാണ് ഈ റൂട്ട് എടുക്കണേ. പിന്നെ ഈ റൂട്ട് കണ്ടിട്ടുമില്ല. സമീതാങ് ടൗണിലേക്ക് പോണ വഴി ഇതാണ്. നമ്മളിത് ഇവിടുന്ന് റൈറ്റ് എടുക്കുക കേട്ടോ. ഇന്നത്തെ വെതർ റിപ്പോർട്ട് കാണിക്കുന്നത് 80% മഴയാണ് കേട്ടോ ഈ ഭാഗത്തും തവാങ്ങിലും ഒക്കെ. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്, അത്യാവശ്യം തെളിഞ്ഞ ദിവസമാണ്. നമ്മൾ ഈ പോകാൻ പോകുന്ന റൂട്ടുണ്ടല്ലോ ഫുൾ ഹെയർ പിന്നാണ് കേട്ടോ. ഹെയർ പിൻ കയറി മടുക്കുന്നു തോന്നുന്നുണ്ട്. ഇങ്ങനെ മാപ്പ് നിങ്ങൾക്ക് കാണാനുണ്ട്, അത് കണ്ടോ ചുറ്റി പടഞ്ഞ് കിടക്കണുണ്ടോ. അപ്പോൾ ഈ വഴി മൊത്തം കയറിയിട്ട് വേണം നമുക്ക് 34 കിലോമീറ്റർ അപ്പുറത്തുള്ള മാധുരി ലേക്കിലേക്ക് പോകാൻ. അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് നല്ലതാണ് കേട്ടോ. ആ ടെറൈൻ കുറച്ച് മോശമാണെന്നുള്ളൂ, പക്ഷേ നല്ല അടിപൊളി റോഡാണ്. പിന്നെ ടൈലൊക്കെ ഇട്ട റോഡാണ്, ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ്. हेलो मैं माधुरी लेक और तवांग, यही है ना रास्ता? हाँ ठीक है. हाँ अकेला हूँ. रास्ते में कोई किसी को नहीं देख रहा था तो मैं सोचा रास्ता ये नहीं है. यही है ना? ठीक है ഓക്കെ. ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരെ കാണുന്നത് കേട്ടോ. ഇത്ര നേരം എന്നറിയോ, അവർ മറ്റേ തൊഴിലുറപ്പ് പണിക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡൊക്കെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം എന്നറിയാം. ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇതല്ലേ റോഡ് ആരെയും കാണാനില്ലല്ലോ എന്നൊക്കെ. अब नीचे था ना समीता? हाँ अच्छा. आप अभी जा रहे हैं क्या? हाँ मैं जा रहा हूँ. अच्छा यहाँ से गुड़ के जगह. हाँ तो आप कैसे आया यहाँ पे पैदल? गाड़ी से. हाँ. अच्छा मैंने चल के आया, लेकिन हमको आते वक्त गाड़ी मिल गया था फिर. अच्छा. तो आप दोरजे का सिस्टर है? डॉटर है. अच्छा ओके सॉरी ओके. तो उसने बोला कि डॉटर कोयम्बतूर में है. हाँ. हाँ. अच्छा आप कोयम्बतूर में है? अच्छा. ओके. मैं त्रिशूर से हूँ. हाँ त्रिशूर से हो? हाँ. अच्छा. आपका नाम? मेरा नाम छोटन. हाँ छोटन. ओके. हाँ वाइल्ड लाइसेंस. कौन आपको पता है क्या? सलीम अली. हाँ. अच्छा. ഓക്കെ ठीक है जी ബൈ. ഇന്നലെ ഞാൻ നമ്മുടെ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവരാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്താൽ ചെക്ക് ഇൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് അവരെ കണ്ടപ്പോൾ ഇതെന്ത് ഇവരിവിടെ നിൽക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണെന്നാണ്, നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണറിൻ്റെ സിസ്റ്ററാണെന്നാണ് വിചാരിച്ചത്.
ആ കുട്ടി ഉണ്ടായിരുന്നല്ലോ, കുട്ടിയുടെ അമ്മയെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മോളാണ്. ജോർജ് എന്ന് പറഞ്ഞ ആളുടെ മോളാണ് കേട്ടോ അത്. അപ്പോൾ അവർ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കണ്ടു വർത്താനം പറഞ്ഞ് അവർ ആരോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. വീടുകൾ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ താമസിച്ചിരുന്നതാണ്, ഇപ്പം ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. അവിടെയൊക്കെ 2 വീടുകളുണ്ട്. ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ബങ്കറുകളാന്ന് തോന്നുന്നു കേട്ടോ. പഴയ വാറിൻ്റെ 1962 വാറിൻ്റെ ബങ്കറുകളാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കുറേ പഴയ ബങ്കറുകൾ കിടക്കുന്നുണ്ട്, ഉപയോഗിക്കാത്ത ബങ്കറുകൾ. വണ്ടി ഓടിച്ച് സ്വിറ്റ്സർലൻഡിലെത്തി കേട്ടോ. ശരിക്കും സ്വിറ്റ്സർലൻഡ്. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണേ? ശരിക്കൊരു ഇങ്ങനെ മൊട്ടക്കുന്ന് കേട്ടോ. അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകൾ, നിറച്ച് പശുക്കൾ മേഞ്ഞ് കിടക്കാം കേട്ടോ. അതിൽ കൂടെയൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. ഫോഗ് പോകുന്നു. ഇവിടെ 2 പശുക്കൾ ഇങ്ങനെ ചില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. ദൂരെ നല്ല വ്യൂ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. നമ്മുടെ നാട് എന്തൊരു ഭംഗിയാലേ. ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ടെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ക്യാമ്പ് ചെയ്തേനെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. എക്സ്ട്രീംലി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. എക്സ്ട്രീംലി ഭംഗിയുള്ള സ്ഥലം. നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല. താഴെ ആ ഭാഗത്തൊരു ഗോർജ് പോലെ എന്തോ തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ആ താഴെ പുഴ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല അങ്ങനെ കുത്തി വലിച്ച് കേൾക്കുന്നുണ്ടാവില്ല. എനിക്ക് തന്നെ അങ്ങനെ മൈൽഡായിട്ട് കേൾക്കുന്നുള്ളൂ. ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ. ബ്യൂട്ടിഫുൾ. दीदी तवांग के लिए रास्ता यही है ना? इधर ही है ना? नीचे तो नहीं है ना? हाँ अच्छा ओके. ये आपका घर है? आप इधर रहते हो? ठीक है, थैंक यू जी. बाय बाय. ഇവരൊക്കെ എന്താ ഇവിടെ ചെയ്യണ്ടാവുക അല്ലേ? ഒരു മനുഷ്യനില്ല എവിടെയും. എൻ്റെ ഇടയിൽ ഓരോ വീടുകൾ. കൃഷിയായിരിക്കും അല്ലേ? ഇവിടെ ഒരു വീടുണ്ട്, മരം കൊണ്ടുണ്ടാക്കി. തുണിയൊക്കെ ഉണക്കാട്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു വീടുണ്ട്. അപ്പോൾ അത്യാവശ്യം സെറ്റിൽമെൻ്റ് ഉള്ള ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. താഴെ ഒരു ചെറിയ അരുവി പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വീണ്ടും ഇനി മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് ഹെയർ പിൻ തുടങ്ങുകയാണ്. ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കൂടി വരുന്നുണ്ട് കേട്ടോ. നമസ്തേ ജി. हाँ तवांग यही है ना रास्ता? हाँ मैं समीतांग से. हाँ हाँ एक दिन रुका हूँ. मैं केरला से हूँ. हाँ ना दूर से. हाँ केला. सबसे नीचे से सबसे टॉप में पहुंच गया इंडिया मैप को. सॉरी मैप में हाँ सबसे नीचे से सबसे टॉप में पहुंच गया. हाँ हाँ. आप लोग क्या कर रहे हैं? हम लोग काम कर रहे हैं. काम. अच्छा हाँ नहीं थैंक यू जी. नहीं थैंक यू. मैंने खाना खा के आया समीतांग से. मैं आज शेरगांव. हाँ शायद रात को, नहीं तो सांगती. हाँ शेरगांव तक.
स्पीड चलाता होगा? नहीं, आराम से। ठीक है, मैं चलता हूँ। थैंक यू जी, थैंक यू। बारिश आ रहा है ना? रेनकोट है ना? हाँ, रेनकोट है। ठीक है। आपको हाँ, रोड अच्छा है? रोड अच्छा है, रोड ठीक है। ഓക്കെ 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 ബൈ. 2 കിലോമീറ്റർ ഇതുപോലത്തെ മോശം റോഡാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ശരിയാവുന്ന പറഞ്ഞു. ഒന്ന് റെയിൻകോട്ട് എടുത്തിട്ടെ, ഫോൺ എടുത്ത് മാറ്റി വയ്ക്കണം, നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. तवांग का रास्ता कौन सा है? तवांग तवांग उस तरफ. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് കൂടെയാണോ വഴി? അവിടെ സൈഡിലൊരു വൈൻ ഷോപ്പുണ്ട്. നമുക്ക് വൈൻ ഷോപ്പിൽ ചോദിച്ചു നോക്കാം ഇത് തന്നെയാണോ വഴിന്ന്. ആരുമില്ല. അവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. तवांग के लिए रास्ता ही है ना भाई? ये बंद क्यों किया है? इधर से नहीं जा सकता है? ठीक है, जा सकता है ना? ഓക്കെ, ठीक है. മുകളിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു അത്ര, അതിലേ പോയിരുന്നെങ്കിൽ ചെളി കുറവായിരിക്കും, അത്രേ ഉള്ളൂ. അതെ സാർ, കുഴഞ്ഞു കിടക്കാം കേട്ടോ. ഐസ്ക്രീം വല്ല ഉണ്ട്. താങ്ക് യു ജി. 2 കിലോമീറ്റർ മോശം റോഡാന്ന് പറഞ്ഞിട്ട് കുറേ ദൂരമായിട്ടാ. എന്നാൽ എന്ത് ചെളിയാന്ന് നോക്കി, നൈസ് ചെളിയാണ്. എനിക്ക് ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചെളിയിൽ ഓടിക്കുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഈ ട്രിപ്പ് ഇപ്പോൾ തീരാറായതോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയി തുടങ്ങി കേട്ടോ ചെളിയിൽ ഓടിക്കാൻ. ആ ഒരു പേടി പോയി. ലേക്ക് എത്തിയാ ഇതാ ലേക്കാണോ? ആണെന്ന് തോന്നുന്നു കേട്ടോ. യെസ് 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 യെസ്, നമ്മൾ ലേക്കെത്തി, നമ്മൾ മാധുരി ലേക്കെത്തി. അപ്പോൾ ഓൾമോസ്റ്റ് 9 കിലോമീറ്റേഴ്സായിട്ട് നമുക്ക് ഓഫ് റോഡായിരുന്നു കേട്ടോ. भैया यही है ना माधुरी लेक? माधुरी लेक यही है ना? हाँ, जोगेस्टार लेक यही है ना? हाँ, ये नहीं, अच्छा ആകെ ജാനാ. അച്ഛാ അച്ഛാ അച്ഛാ, അപ്പോൾ ഇതല്ല കേട്ടോ, അതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ലേക്ക് തന്നെയാണെന്ന് വിചാരിച്ചു. അത് തന്നെയാണ്, നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മാത്രം. ഇത് തന്നെയാണ് ലേക്ക്. ഇത് ആ ഭാഗത്ത് ആ ബിൽഡിങ്സൊക്കെ കാണാനുണ്ട്. ഇത് തന്നെയാണ് മാധുരി ലേക്ക്. നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല. ഇതാണ് ലേക്കിലേക്കല്ല ശരിക്കുള്ള എൻട്രൻസ് വഴി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടുന്ന് ഒരിത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല വഴിയാണ് കേട്ടോ, അടിപൊളി വഴിയാണ്. മൂന്ന് മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് 70 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിത് തവാങ്ങിൽ എത്തിയേക്കാണ് കേട്ടോ. കുറച്ചും കൂടി നേരത്തെ വേണമെങ്കിൽ എത്തായിരുന്നു, പക്ഷേ ഞാൻ ഇടയിൽ കുറച്ച് ഉഴപ്പായിരുന്നു. ഞാൻ പതുക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്തെടുത്താണ് വന്നത്. വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി തവാങ്ങിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ തവാങ് മൊണാസ്ട്രിയിലേക്ക് പോകണം. തവാങ് മൊണാസ്ട്രിയിൽ പോയിട്ട് എനിക്ക് ലക്ഷ്മി കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കണം, പെട്രോൾ അടിക്കണം, നേരെ വിടണം. ഇപ്പോൾ സമയം 1 മണി. 2 മണിക്കൂറിലെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ താമസിച്ച ഹോസ്റ്റലിൻ്റെ ഭാഗത്തെ ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. കുറച്ച് യാക്ക് പിക്കളൊക്കെ മേടിക്കാനായിരുന്നു. ഇവിടെ എവിടെയോ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കാൻ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൊണാസ്ട്രി വരെ പോകണ്ട, ചിലപ്പോൾ നല്ലത് കിട്ടും. അവിടെ ടൂറിസ്റ്റ് നെയിം ചെയ്ത് വെച്ചേക്കണതാണ്. ഇത് പക്ഷേ ലോക്കൽസിന് വേണ്ടിയുള്ളതാണ്.
दीदी याक पिकल मिलेगा यहाँ पे? यहाँ नहीं मिलेगा. ठीक है, ഓക്കെ, താങ്ക് യു ജി. അപ്പം അവിടെ ഇല്ല, അപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. मैडम मोनास्ट्री का रास्ता ये है ना? स्ट्रेट. ഈ മൊണാസ്ട്രിയുടെ സൈഡിലെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് മേടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ മറന്നുപോയി അത് മേടിക്കാൻ. അപ്പോൾ അയ്യോ, അത് അടച്ചേക്കുക. നോക്കട്ടെ, ഇപ്പുറത്തുണ്ടോ നോക്കട്ടെ. 2 എണ്ണം ഉണ്ട്. ഇവിടെയായിരുന്നു ഞാനത് കണ്ടത്. ഹലോ, ये बंद है क्या? बंद है. मुझे वो पिकल चाहिए था. नहीं है? मैं देखा था कल, 2 दिन पहले मैं आया था वहाँ पे. हाँ, ये क्या है? हाँ, वो चाहिए, वही चाहिए. हाँ, താങ്ക് യു ജി. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പലതരം ചില്ലി പിക്കിൾ, ഇത് പറഞ്ഞെടുക്കാം. യാക്മി പിക്കിൾ. താങ്ക് യു ജി. വന്നത് വെറുതെ ഇല്ല കേട്ടോ, സാധനം കിട്ടി. അപ്പോൾ ഈ 2 ചെറിയ ബോട്ടിൽ യാക് പിക്കിളും മറ്റേത് എന്തൊരു മുളകിൻ്റെ എന്തൊരു സാധനം കേട്ടോ, ചെമ്മീനോ, ആ എന്തൊരു സാധനം. എന്തായാലും ലക്ഷ്മിക്ക് ഇതൊക്കെ ഇഷ്ടം. മോൻജോങ് ചില്ലി എന്തോ മീനാണ് കേട്ടോ, ചെമ്മീൻ തന്നെയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതായി. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ വേഗം തീരുന്നുണ്ട്. 1:15 ഇനി നമുക്ക് ഫുഡ് അടിച്ചിട്ട് പെട്രോൾ അടിച്ചിട്ട് നേരെ വിടാം. മൊണാസ്ട്രിയിൽ നിന്ന് നേരെ പോയത് തൊട്ടടുത്തുള്ള ധർമ്മ കോഫി ഹൗസിലേക്കാണ്. ഇതിനു മുമ്പൊരിക്കൽ രാത്രി ഇവിടെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞ അതേ സാൻഡ്വിച്ചും ചായയും വീണ്ടും ഓർഡർ ചെയ്തു. ഫോണും ക്യാമറയൊക്കെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഭക്ഷണം കഴിച്ചു. കഴിക്കാൻ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പൊ ഒന്ന് തോർന്നിട്ടുണ്ട്. കഴിച്ച് അവിടുത്തെ ലേഡിയോട് യാത്രയും പറഞ്ഞിറങ്ങി. ഷേർഗാണിലേക്ക് ഇനി 208 കിലോമീറ്റർ പോവാൻ 6 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലെ 4 മണിക്കൂർ ഉറക്കവും രാവിലെ 3 മണിക്കൂർ മഴയത്ത് വണ്ടിയും ഓടിച്ച് ഞാൻ ഇപ്പൊ തന്നെ നല്ലോണം ടയേർഡാണ്. പക്ഷെ ഇന്ന് പോയേ പറ്റൂ. മറ്റന്നാൾ രാവിലെ എനിക്ക് ഗുവാഹട്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. തവാങ് വിടുന്നതിന് മുമ്പ് ഒരു പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചാണ് പോക്ക്. എന്തൊരു ഫോഗാണിത്. ഉച്ചയ്ക്ക് 2:15 സമയമെന്ന് ആലോചിക്കണം. അങ്ങനെ ഫോഗും ശക്തമായ മഴയൊക്കെ കൊണ്ട് സെലാ ടണലിന്റെ അടുത്തെത്തി. തവാങ്ങിൽ വരുമ്പോൾ നമ്മൾ ടണൽ കയറാതെ സെലാ പാസ് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഇന്ന് പക്ഷെ നമ്മൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണലായ സെലാ ടണൽ കടന്നാണ് മുന്നോട്ട് പോകുന്നത്. 2024 മാർച്ചിൽ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്ത ഈ ബൈലൈൻ ടണലിന്റെ ടണൽ 1-ന് 980 മീറ്ററും ടണൽ 2-ന് 1555 മീറ്ററുമാണ് നീളം. ഒരു ടണൽ പബ്ലിക് ട്രാഫിക്കിന് വേണ്ടിയും മറ്റേത് എമർജൻസി സർവീസുകൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുക. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൽ മഹാവീർ ചക്ര നേടിയ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന പട്ടാളക്കാരനെ അന്ന് സഹായിച്ച മോൺപ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയാണ് സെല. അന്ന് യുദ്ധത്തിൽ കൂടെയുള്ള ജവാന്മാർ ചൈനീസ് മെഷീൻ ഗണ്ണുകൾക്ക് മുൻപിൽ മരിച്ചു വീണിട്ടും റാവത്ത് പിടിച്ചു നിന്നു. മുറിവേറ്റ റാവത്തിനെയും അദ്ദേഹത്തിനെ അന്ന് സഹായിച്ച സെലയെയും ചൈനീസ് പട്ടാളക്കാർ പിന്നീട് വധിക്കുകയായിരുന്നു. സെല എന്ന പെൺകുട്ടിയുടെ ത്യാഗത്തിനും ധൈര്യത്തിനും ആദര സൂചകമായാണ് ഇവിടുത്തെ ചുരത്തിന് സെലാ പാസ് എന്നും ഈ അടുത്ത് പണിത ഈ ടണലിന് സെലാ ടണൽ എന്നും പേരിട്ടത്. സെലാ ടണൽ കഴിഞ്ഞുള്ള 10 കിലോമീറ്റർ അസഹനീയമായ തണുപ്പും മഴയുമാണ്. പെട്ടെന്ന് മഴ തുറന്നു. എല്ലാം ശാന്തമായെന്ന് വിചാരിച്ചതും ഇരുട്ട് വീണു തുടങ്ങി. കൂടെ നല്ല മഴയും. സെയിഞ്ചും ലുങ്റോമും കടന്ന് ദിറാങ് എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായി. ഇനി അങ്ങോട്ട് നല്ല റോഡാകും, സുഖമായി പോകാമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിയില്ല. നല്ല റോഡാണ്. പക്ഷേ ദിറാങ്ങിൽ നിന്നും ബോംദില വരെയുള്ള 37 കിലോമീറ്ററിൽ ഒരു കടയും വീടുമില്ല. കുറ്റാക്കൂരിട്ട്, ക്ഷീണം, മടുപ്പ്, ഇതൊന്നും പോരാത്തതിന് നല്ല മഴയും അതിന്റെ ഇരട്ടി മൂടൽ മഞ്ഞും. ഞാൻ എങ്ങോട്ടാ ഈ വണ്ടി ഓടിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ മഴയും മഞ്ഞും. ഒരു തരത്തിൽ ബോംദില പാസ് എത്തി. വലത്തോട്ടുള്ള ആ കാണുന്ന വഴിയാണ് പോകേണ്ടത്. മാപ്പ് ഒന്ന് നോക്കി വഴി ഒന്ന് കൺഫേം ചെയ്ത് വണ്ടി തിരിച്ചതും ദാ കിടക്കുന്നു. കറക്റ്റ് ടൈമിൽ ബാറ്ററി ഡെഡ്.
ആ കൈ കാണിച്ച് നിർത്തിയ ലോറിയുടെ ഡ്രൈവർ ഇറങ്ങി വന്നാണ് വണ്ടി പൊക്കാൻ സഹായിച്ചത്. അങ്ങനെ സമയം 10:15 ഷേർഗാൺ എത്തി. അരുണാചൽ കയറി അന്ന് നിന്ന് അതേ ഹോം സ്റ്റേയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇവിടെ റൂം എല്ലാം ബുക്ക്ഡ് ആണ്. രാത്രി കയറി വന്ന എന്നെ പറഞ്ഞു വിടാതെ റിനോവേഷന് സാധനങ്ങൾ വെച്ച റൂമിൽ ബെഡൊക്കെ ഇട്ട് വൃത്തിയുള്ള വിരിപ്പൊക്കെ വിരിച്ചു തന്നു. കുളിച്ചു, കഴിച്ചു, കിടന്നു. രാവിലെ 4:45 എനിക്ക് വാതിൽ തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. എന്ത് വെളിച്ചാ! ഒന്ന് ഫ്രഷ്നപ്പായി ബൈക്കിൽ ബാഗും കെട്ടി വെച്ച് ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി. ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഗുവാഹട്ടി എത്തണമെന്ന പ്ലാനിലാണ്. അവിടെ വരെ റോഡ് നല്ലതാണെന്നാണ് ആകെയുള്ള പ്രതീക്ഷ. നല്ല മഴയുണ്ട്, ഇടയ്ക്ക് ഓരോ ഷൂട്ടിംഗ് സ്റ്റോൺസും. പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളല്ലാതെ അരുണാചൽ ചെക്ക് പോസ്റ്റും ബോർഡറും കടന്ന് 2.5 മണിക്കൂർ കൊണ്ട് ആസാം കയറി. ഇനി നമുക്കൊരു ചായയും കുടിച്ച് റെസ്റ്റ് എടുക്കാം. ഒരു ചായയും പറഞ്ഞിരിക്കുമ്പോൾ ഗുവാഹട്ടിയിൽ നിന്നും തവാങ്ങിലേക്ക് പോകുന്ന 2 അരുണാചലി കോളേജ് സ്റ്റുഡൻസിനെ കണ്ടു. കുറച്ചധികം നേരം അവരോട് കത്തിയടിച്ചിരുന്നു. അവര് ചായയും കുടിച്ചിറങ്ങിയപ്പോൾ ഞാനും ഡോമിയും കൂട്ടി ഇറങ്ങി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹമ്പുകളുള്ള റോഡിന് മത്സരമുണ്ടെങ്കിൽ ഈ റോഡിന് ഫസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തോന്നിയിരുന്നു. അതുകൊണ്ട് ബോറടി മാറ്റാൻ ഉദൽഗുരി എത്തുന്ന വരെയുള്ള 20 കിലോമീറ്ററിലുള്ള ഹമ്പുകൾ എണ്ണാൻ ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 20 കിലോമീറ്ററിൽ 46 ഹമ്പുകൾ വിജയകരമായി ചാടിക്കടന്ന് നമ്മൾ ഉദൽഗുരി എത്തി ഗൈസ്. ഇതിൽ ട്വിൻ ആൻഡ് ട്രിപ്ലറ്റ് ഹമ്പുകൾ ഒറ്റ ഹമ്പായി കൂട്ടിയാണ് ഈ 46ന്റെ കണക്ക്. പെട്രോളും അടിച്ച് ആസാമിലെ ഒരു വെജിറ്റബിൾ മാർക്കറ്റും ക്രോസ് ചെയ്ത് തേസ്പൂർ ഗുവാഹട്ടി ഹൈവേയിലേക്ക് കടന്നു. ആസാമിന്റെ പ്ലെയിൻസിലൂടെയുള്ള യാത്ര നല്ല രസമാണ്. നല്ല റോഡ്, അടിപൊളി കാഴ്ചകൾ, തേയിലത്തോട്ടം, പിന്നെ നടുവിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകൾ. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. ഗുവാഹട്ടി അടുക്കും തോറും മഴ കുറഞ്ഞു വന്നു. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പാലവും കടന്ന് ഗുവാഹട്ടി എത്തി. നേരെ പോയത് ബൈക്ക് ആക്സസറീസ് കിട്ടുന്ന ഒരു കടയിലേക്കാണ്. ഡോമിയെ ഇവിടെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ മൂടാൻ ഒരു കവർ വാങ്ങും. സമയം കളയാതെ 500 രൂപയ്ക്ക് ആദ്യം കാണിച്ച കവറും വാങ്ങി പെട്ടിയിലിട്ട് നേരെ ഹോസ്റ്റലിലേക്ക്. നമ്മുടെ പഴയ കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കെയർ ടേക്കർ ബിപ്ലബ് മാത്രമുണ്ട്. ഡോർമെട്രിയിൽ ബാഗൊക്കെ വെച്ച് ഒരു 30 മിനിറ്റ് കിടന്ന് ഉറങ്ങി എണീറ്റു. ഇന്ന് രാവിലെ മഴയിൽ വെള്ളം കയറി നനഞ്ഞ ടോപ്പ് ബോക്സും ഷൂസും ഷൂ കവറും ഒക്കെ കഴുകി ഉണക്കാൻ വെച്ചു. 2-3 ഡ്രസ്സും അലക്കിയിട്ടു. ഡോമിക്കുട്ടനെ കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിന് അടുത്തുള്ള ഒരു കാർ വാഷിലേക്ക് പോയി. തവാങ്ങിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു കഴുകാൻ. നല്ല മിടുക്കൻ പിള്ളേരാണ് കഴുകുന്നത്. 120 രൂപയ്ക്ക് 500ന്റെ പണി എടുക്കുന്നുണ്ട് അവര്. ഓരോ മുക്കും മൂലയും ഡീറ്റെയിൽ ആയിരുന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി. ഇനി അടുത്ത പരിപാടി പെട്രോൾ അടിക്കണം. വണ്ടി കുറച്ചുനാൾ വെറുതെ നിർത്തിയിടുമ്പോൾ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ തുരുമ്പ് വരാതിരിക്കാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെക്കണമെന്ന് നാട്ടിലൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു. ടാങ്ക് ഫുള്ളാക്കി ഇറങ്ങുമ്പോൾ അമ്മിന്റെ ഉള്ളിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്. എന്നാൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി കയറി. ഇന്ത്യയിലെ ഏറ്റവും എരിവുള്ള ഭൂത് ജൊലോക്കിയ എന്ന മുളകിലാണ് ആദ്യം കണ്ണുടക്കിയത്. പിന്നെ ബാംബൂ ഷൂട്ട് പിക്കിൾ, നംകീൻ, ബനാന കേക്ക്, ആസാം ചായപ്പൊടിയും അങ്ങനെ ലൊട്ടിലൊടുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങി 6:15 ഹോസ്റ്റലെത്തി. 5117 കിലോമീറ്റർ ആണ് ഈ സീരീസിൽ നമ്മൾ വണ്ടി ഓടിച്ചത്. ഇരുട്ടാവുന്നതിന് മുമ്പ് ചെയിൻ ഹോസ്റ്റലിൽ ഒരു ഗസ്റ്റിന്റെ സഹായത്തിൽ ഓയിൽ ചെയ്തു. ടയറിൽ കാറ്റടിച്ചു. സീറ്റ് റിമൂവ് ചെയ്ത് ബാറ്ററിയുടെ കണക്ഷൻ കൂടി വിടിപ്പിച്ച് ഡോമിക്കുട്ടനെ സ്ലീപ്പ് മോഡിലേക്ക് തള്ളിവിട്ട് ഉച്ചയ്ക്ക് വാങ്ങിയ കവറും ഇട്ട് മൂടി. ഒരു പരിധി വരെ കുറച്ച് ദിവസം പൊടിയും വെള്ളവും അടിക്കാതെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഇനിയാണ് മെയിൻ ടാസ്ക്, പാക്കിംഗ്. എനിക്ക് കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത മാക്സിമം ഐറ്റംസ് ടോപ്പ് ബോക്സിലാക്കി ബിപ്ലബിന്റെ കട്ടിലിന്റെ അടിയിൽ കയറ്റി വെക്കാനുള്ള പ്ലാനിലാണ്. എല്ലാം ഒരു വിധത്തിൽ തീർന്നു. ഡിന്നറൊക്കെ കഴിച്ച് 9 മണിക്ക് കയറി കിടന്നുറങ്ങി. രാവിലെ 4:45 എഴുന്നേറ്റ് 5:30 ആയപ്പോഴേക്കും റെഡിയായി. യാത്ര അയക്കാൻ ബിപ്ലബ് പാവം ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തപ്പോൾ 2 വീട് അപ്പുറത്തുള്ള ഒരു പയ്യൻ റോയൽ എൻഫീൽഡ് ക്ലാസിക്കുമായി വന്നു. 45 മിനിറ്റുള്ള ഈ യാത്രയിൽ ഇടയ്ക്കൊരു മഴ കിട്ടി. ചാറ്റൽ മഴയായതുകൊണ്ട് പയ്യന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ഞാൻ മഴ എസ്കേപ്പ് ചെയ്തു. കത്തിച്ചു വിട്ടു. 30 മിനിറ്റിൽ ബ്രോ എന്നെ അവിടെ എത്തിച്ചു. എയർപോർട്ടിന്റെ അകത്ത് കയറി ബാഗ് സ്ക്രീനിങ്ങിന് കയറ്റി. എന്തോ മണ്ടത്തരത്തിന് ഞാൻ ബുംല പാസ് പോകുമ്പോൾ വാങ്ങിയ ഓക്സിജൻ ക്യാൻ ബാഗിലിട്ടു. അവരത് പൊക്കി. ആ ക്യാൻ ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചൊരു ഡസ്റ്റ്ബിന്നിൽ ഒരു തവണ പോലും ഉപയോഗിക്കാത്ത ആ പാവത്തിനെ അവർ നിഷ്കരണം ഇട്ടപ്പോൾ എന്റെ ചങ്കൊന്ന് പെടഞ്ഞു. അങ്ങനെ ചെക്കിനും ചെയ്ത് ലക്ഷ്മിക്ക് വാങ്ങിയ ബനാന കേക്കിൽ നിന്നൊരു സ്ലൈസ് അടിച്ചു മാറ്റി കഴിച്ച് ഗുവാഹട്ടി ചെന്നൈ ഫ്ലൈറ്റിൽ കയറി. ചെന്നൈയിൽ ഒരു 3 മണിക്കൂർ ലേ ഓവർ കഴിഞ്ഞാണ് കോഴിക്കോട്ടേക്കുള്ള അടുത്ത വണ്ടി. താഴെ കാണുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയാണ്. ആ കാണുന്ന ദ്വീപ് ഹോപ്പ് ഐലൻഡ് ആണ്. കാക്കിനഡ പോർട്ടും ഷിപ്പുകളും എല്ലാം കാണാം. വളരെ താഴ്ന്നാണ് പ്ലെയിൻ പറക്കുന്നത്. റൈറ്റ് ടൈമിൽ ചെന്നൈ എത്തി ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഒരു കുഞ്ഞൻ ഇറ്റാലിയൻ 72 സീറ്റർ ട്വിൻ എഞ്ചിൻ ടർബോ പ്രൊപ്പല്ലർ പ്ലെയിനിലാണ് യാത്ര. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം സംസാരിച്ച് പരിചയമുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെയും പാർട്ട്ണറിനെയും അവിചാരിതമായിട്ട് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടി. ഇനി കുറച്ചു നേരത്തിൽ നമ്മൾ അറബിക്കടലിന് മുകളിലൂടെ പറന്ന് ചാലിയാർ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ടച്ച് ഡൗൺ ചെയ്യും.
55 മണിക്കൂർ സമയത്താങ്ങുന്ന യാത്ര ചെയ്ത് നമ്മളിത് കോഴിക്കോട് എയർപോർട്ടിൽ ടച്ച് ഡൗൺ ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ മണ്ടയിൽ നമുക്ക് കാല് കുത്താം. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഒരാൾ കൃത്യം കൊണ്ടുവരുന്നുണ്ട്. ഒതുക്കൂ. എൻ്റെ സന്തോഷം നോക്കി. ഹായ് തുറക്കടി. ഓ കോണ്ടന്റ് ക്രിയേഷനാണ്, ചേച്ചിക്ക് ചാനലായില്ലോ. തുറക്കും മോളെ. ഹായ് എന്താണ്? എന്തിനാ ഇറങ്ങണേ? ഞാൻ കേറിയപ്പോലെ ഞാളു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ ദിവസം കൂടിയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ലക്ഷ്മിനെ കണ്ടതിൻ്റെയൊക്കെ ഒരു സന്തോഷം. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കണം എന്താണ് ലക്ഷ്മി കോഴിക്കോട് നിന്ന്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറയില്ല, അടുത്ത വീഡിയോയിൽ പറയില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ ഒരു പ്ലാൻ ഇട്ടേക്കായിരുന്നു. അതായത് ഇവിടെ കോഴിക്കോട് വന്നിട്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അട്ടപ്പാടി പോകാനുള്ള പ്ലാനായിരുന്നു. അതായത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അട്ടപ്പാടിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അട്ടപ്പാടി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവിടുന്ന് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ നേരെ തൃശ്ശൂർ പോയിട്ട് അവനെ കാണണം. അതായത് അത് അങ്ങോട്ട് പോയിട്ട് വേണം ബാക്കി എല്ലാ പരിപാടി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അട്ടപ്പാടി പ്ലാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതാണ് ലക്ഷ്മി ഇവിടെ വന്ന്, അതായത് ലക്ഷ്മി ഇപ്പോൾ കോഴിക്കോടാണ് അല്ലേ? അപ്പോൾ ഇല്ല അതെന്താന്ന് അടുത്ത് ഇനി വരുന്ന ഇതിൽ പറയാം എന്തുകൊണ്ട്. അത് സംഭവമാണ്. അപ്പോൾ അത് വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. നേരെ തൃശ്ശൂർ പോകണം. അപ്പോൾ നാളെ നമ്മൾ യാത്ര വേറൊരു സ്ഥലത്തേക്കാണ് പോകണത്. അപ്പോൾ മറ്റേ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു, അട്ടപ്പാടി പ്ലാൻ ക്യാൻസൽ ചെയ്തു. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഒരു മിനി സീരീസ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു 5-6 വീഡിയോ അടങ്ങുന്ന സീരീസ് ആയിരിക്കും. പേടിക്കണ്ട, ലക്ഷ്മി ഉണ്ടാവും. നീ പറയണ്ടേ ചേച്ചി? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വീഡിയോ കണ്ടും അപ്പം അല്ലാതെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കമന്റ്സിൽ അറിയിച്ച എല്ലാവർക്കും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം, സീസൺ 3 ആയിട്ട്. അത് അരുണാചൽ മാത്രമായിരിക്കില്ല, നമുക്ക് നോക്കാം. അതിപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പെട്ടെന്ന് തന്നെ വരും കേട്ടോ വീഡിയോ.